ഹലോ എവരിവൺ, നില MF അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ ഹൈ റിട്ടേണും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബുൾ റണ്ണുമൊക്കെ അവസരം നഷ്ടപ്പെടുത്തുന്ന ഒരു അസറ്റ് ക്ലാസ്സാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം പല ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പേർട്സും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ്? ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബോണ്ട്, ട്രഷറി ബില്ലുകൾ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ കോർപ്പറേറ്റ് ബോണ്ടുകൾ, ഇതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമുകൾ. ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ലംസം എമൗണ്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, SIP പോലെ ഒരു RD പോലെ ഇൻവെസ്റ്റ് ചെയ്യാം. എപ്പോഴും ഇതൊരു ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ 1000 രൂപയോ 2000 രൂപയോ 5000 രൂപയോ മാസം ഇൻവെസ്റ്റ് ചെയ്തു ഷോർട്ട് ടേം ആയിട്ടുള്ള നമ്മുടെ റിക്വയർമെൻറ്റിനെല്ലാം ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും ബെറ്റർ. വോളറ്റിലിറ്റി കുറവായിരിക്കും, റിസ്ക് ഇല്ലയെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ റിസ്ക് വളരെ കുറവായിരിക്കും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ. കാരണം അതെല്ലാം ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്. നമുക്ക് ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീംസിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെക്യൂരിറ്റിയോ ഒരു ഡിബഞ്ചറോ അല്ലെങ്കിൽ ഒരു ബോണ്ടോ വാങ്ങുന്നതിന് പകരം നമ്മൾ ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ട് പോകുന്നത് ഒരു 40-50 ബോണ്ടുകളിലേക്കാണ്, അല്ലെങ്കിൽ 40-50 സെക്യൂരിറ്റീസിലേക്കാണ്. കാരണം ഓരോ സ്കീമിലും 40-50 കമ്പനികളുടെ, അല്ലെങ്കിൽ അതിപ്പോൾ ഗവൺമെൻറ് ബോണ്ടാവാം, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബോണ്ടാവാം, അല്ലെങ്കിൽ RBIയുടെ ബോണ്ടാവാം, ഡിബഞ്ചറുകളാവാം. അപ്പം ഇങ്ങനെയുള്ള ഒരു 40-50 ഇൻസ്ട്രുമെൻറ്റിലേക്കാണ് നമ്മുടെ പൈസ പോകുന്നത്. അതുകൊണ്ട് തന്നെ വോളറ്റിലിറ്റിയും കുറവായിരിക്കും, റിസ്ക്കും കുറവായിരിക്കും. വി ഗെറ്റ് മാക്സിമം ഡൈവേഴ്സിഫിക്കേഷൻ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ്, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അറ്റ്ലീസ്റ്റ് 10% 20% ഡെറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാവണം. അത് നമ്മളുടെ പോർട്ട്ഫോളിയോനെ ഡൗൺ സൈഡ് റിസ്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയും. അതായത് ഇൻ കേസ് നമ്മൾ ബാലൻസ് എമൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഫണ്ട് എടുക്കുന്ന ഇക്വിറ്റിയിലാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ചിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ചാഞ്ചാട്ടം ഉണ്ടാവാം. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെയോ അല്ലെങ്കിൽ ആ ഡെറ്റ് എക്സ്പോഷർ ആയിരിക്കും. ആ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പോഷറുള്ള പോർട്ട്ഫോളിയോകൾ കുറച്ചുകൂടി കുറവ് കറക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തെ ഒരു കാര്യം, നമുക്കൊരു എമർജൻസിക്ക് എന്തെങ്കിലും ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എടുക്കാം. കാരണം അത് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എമർജൻസിക്ക് ഫണ്ട് ആവശ്യമുണ്ടെങ്കിലോ നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോയിൽ 10% 20% ഡെറ്റ് സ്കീംസിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ലോങ് ടൈമിൽ ഇക്വിറ്റി സ്കീമുകളാണ് കൂടുതൽ റിട്ടേൺ തരുന്നതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് അതിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മീഡിയം ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബെറ്റർ എപ്പോഴും ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സുകളായിരിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു പോർട്ട്ഫോളിയോയിലും ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് കൊണ്ടുവരിക എന്നുള്ളത്. എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാം. ഞങ്ങൾ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് തരുന്നതാണ്. ടിൽ ദെൻ, ബൈ ബൈ.